എന്താ അച്ഛന്മാരെ? എന്താ അത്? പലിശ. പലിശയോ? എന്ത് പലിശ? അതൊക്കെ അന്നേ കഴിഞ്ഞില്ലേ കൊണ്ടച്ചാരെ? അല്ല വാച്ചുപിള്ളേ, ഞാനന്ന് വാങ്ങിക്കൊണ്ടുപോയ രൂപയില്ലേ, അതിന്റെ പലിശയാ. അത് തന്നെയാ പറയണത്. അത് ആ ഏർപ്പാടൊക്കെ അന്നേ കഴിഞ്ഞു. രാമനാരെ, അച്ഛനാരെ എഴുതുന്ന കടലാസിന് കൊണ്ടുവരും. അയ്യോ, ഞാനൊന്നും എഴുതി തന്നിട്ടില്ലല്ലോ. ഇത് കേട്ടാത്തൊന്നും ഇവിടെ ഉള്ളവർക്ക് ആർക്കും എഴുത്തും വായന അറിയാൻ പറ്റില്ല. ഇതിൽ എഴുതിയിട്ടുണ്ടല്ലോ അച്ഛനാരെ, ഞാൻ നിങ്ങൾക്ക് തന്ന തുകയ്ക്ക് പകരം നിങ്ങൾ താമസിക്കുന്ന വീടും പറമ്പും എനിക്ക് എഴുതി തന്നിരിക്കുകയാണെന്ന്. അയ്യോ, അങ്ങനെയൊന്നും ഞാൻ എഴുതി തന്നിട്ടില്ലല്ലോ. അപ്പൊ ഈ ഒപ്പാരുടെയാ? ഒപ്പ എന്റെ ആണോ? അപ്പൊ പലിശ വേണ്ട, എടുത്തോളൂ. എങ്കിലും എന്നോട് ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു ആകുന്നേ. ചേട്ടാ, ഇത് നല്ല പുതുമ. ഞാനെന്താ അവിടെ ധർമ്മം കൊടുക്കാനിരിക്കണം? എന്റെ ഈശ്വര, ഞാൻ ഇനി ധർമ്മം തെണ്ടുകയേ വേണ്ടു. ഇവിടത്തോട് ഏജ് കൂട്ടിയിട്ടുള്ള പലരും ഇന്ന് ധർമ്മം തെണ്ടി ഈ റോഡെ നടക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. എന്റെ മൂപ്പിലെ ഈ കള്ളക്കണ്ണീരുകൊണ്ടൊന്നും അലിയുന്ന ഹൃദയമല്ല ഇത്. ഈ തറവാടേ ഇതുപോലെ പല കണ്ണീരും കണ്ടിട്ടുള്ളതാ. നോക്ക്, ഞാൻ പോകുന്നുണ്ടേ. എന്നാ പോയിക്കോളൂ അച്ഛനാരെ, ഈ പലിശ കൂടെ അങ്ങോട്ട് എടുത്തോളൂ. വേണ്ട അങ്ങുന്നേ, അത് അങ്ങുന്നിന് തന്നെ ഇരിക്കട്ടെ. അതൊരു ഇരുത്താണല്ലോ അങ്ങന്നേ. എന്നെ ഇരുത്താനോ? എടാ, ഞാൻ കുറെ ഇരുത്തന്മാരെ കണ്ടിട്ടുള്ളവനാണ്. എന്നെ ഇരുത്താൻ ആർക്കും സാധ്യമല്ല. അത് ശരിയാ, അങ്ങനെ നാണിപ്പിക്കാൻ ആരെ കൊണ്ട് സാധിക്കില്ല. നാണം ഉണ്ടെങ്കിലല്ലേ നാണിപ്പിക്കാൻ ഒക്കും. എന്തു പറയാ? എന്നാ എന്തു പറഞ്ഞേ? അല്ല, കൂട്ടിയിരിക്കുന്നു. മീനാക്ഷിയമ്മേ, മീനാക്ഷിയമ്മേ, 9 മണി കഴിഞ്ഞോ? ഓഹോ, വാച്ചില്ലല്ലോ. കോടതി അടച്ചിരിക്കും. 9 മണി കഴിഞ്ഞു. ഇതെന്തൊരു അന്യായമാണ്. വാടക കൊടുത്തില്ലേ ഈ വീട്ടിൽ താമസിക്കുന്നത്? മീനാക്ഷിയമ്മേ, വേണ്ട. ആ പെണ്ണ് എഴുന്നേറ്റ് വന്ന് വല്ല തെറിയും വിളിച്ചു പറയും. ഇന്നിവിടെ എവിടെയെങ്കിലും കിടക്കുക തന്നെ. മുറിക്ക് വാടകയും കൊടുത്ത് പുറത്ത് വന്ന് കിടക്കുക. തലയിലെഴുത്തെന്നല്ലാതെ എന്തോ പറയാനാ. അല്ല, ഒരു കാര്യം വെച്ചാൽ അവിടെ കിടക്കുന്ന ഇവിടെ കിടക്കുന്നതെല്ലാം ഒരേപോലെ. നേരിട്ട് നോക്കിയാൽ രണ്ടും ശൂന്യാകാശം. ഇന്ന് അത്താഴ പഷ്ണി തന്നെ. പഹയാ ചതിച്ചോ? എന്റെ പെണ്ണ്, നീ ഹരാക്കാക്കല്ലേ, നീ ശബ്ദം ഉണ്ടാക്കല്ലേ. ആ പെണ്ണ് എഴുന്നേറ്റ് വന്നാൽ നിന്റെയും കഴിക്കുന്നുണ്ടെങ്കിൽ എന്റെയും കഴിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ നിന്നോ. ആ പെണ്ണ് വരാം. നേരൊന്നും കിട്ടോട്ടെ. മോളെ ഇന്ദു, എഴുന്നേക്ക്. കോഴി പോകുന്ന കേട്ടില്ലയോ? നേരം വെളുത്തു. ഒരു വിളക്ക് വയ്ക്കും. ഞാൻ പേടിപ്പിച്ചതല്ല, ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങുകയായിരുന്നു. ഈ തലപ്പത്ത് എന്തിനാ മോൻ കിടന്നുറങ്ങിയത്? ഞാൻ വന്നപ്പോ കഥ കടച്ചുപോയി. വിളിക്കാൻ പാടില്ലായിരുന്നു. വിളിച്ചാൽ എന്നെ ദേഷ്യപ്പെടുമെന്ന് ഭയന്ന ഞാൻ 9 മണിക്ക് മുമ്പ് ഇതിനകത്ത് കയറിക്കൊള്ളണമെന്ന ആർഡർ. നല്ല ഏർപ്പാടായിപ്പോയി. മുറി ചെന്ന് കിടന്നുറങ്ങ. കോഴിയോ?
ഇത് എവിടുന്ന ഈ കോഴി? ഏത് കോഴി? എന്ത് കോഴി? ആരുടെ കോഴി? ഇത് എവിടത്തെ കോഴി? ഈടാ കോഴി കോഴി നീ ഇവിടെ എങ്ങനെ വന്നു? അമ്മേ, ഇത് ആരുടെ കോഴിയാണ് അമ്മേ? ഇത് അപ്പുറത്തെ വീട്ടിലെ എങ്ങാനും ആയിരിക്കും. ഓ നാശം, മുറ്റം മുഴുവൻ നമുക്ക് അതിലിവിടെ പിടിച്ച് കെട്ടിയിടാം. പിന്നെ കോഴി കെട്ടുമ്പോൾ പേര് വെക്കാനോ? വേറൊന്നും വേണ്ടയോ? ശരി, നീ കോഴി തട്ടാൻ ഇപ്പൊ എന്തോ ചെയ്യാനാ? തല വിധി.